കോഴിക്കോട് ഫറോക്കിൽ വൻ കവർച്ച. കോഴിക്കോട് ഫറോക്ക് മണ്ണൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 3 ലക്ഷം രൂപയും 30 പവനും നഷ്ടപ്പെട്ടതായി പരാതി. വീടിനുള്ളിലാകെ മുളക് പൊടി വിതറിയ നിലയിലാണ്. ആദ്യം ഒരു പ്രതികരണത്തിൽ. ഇന്നലെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോഴാണ് നടന്നത് സംഭവം. എൻ്റെ വീട്ടിൽ, ഞാൻ ഇവിടുത്തെ മകളാണ്. എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് വന്നതായിരുന്നു അവരെല്ലാവരും. പിറ്റേന്ന് ഇന്ന് രാവിലെ ഉപ്പ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോഴാണ് വാതിൽ കുത്തിപ്പൊളിച്ച് കിടക്കുന്നത് കണ്ടത്. അപ്പം തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് വന്ന് നോക്കിയിട്ടുണ്ട്. കുറച്ച് സ്വർണം, ഒരു 2 ലക്ഷത്തോളം പൈസ ഉണ്ടാവും. ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കറക്റ്റുള്ള എത്ര എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 30 പവൻ്റെ അടുത്തോളം ഉണ്ട്. അതിൽ ഇനിയിപ്പോൾ ഒരു അൾമാറ തുറന്നു നോക്കി അതിലുള്ള സ്വർണം മുഴുവനും കാണാണ്ടായിട്ടുണ്ട്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചെയ്തു. രാഹുല്, വീട്ടുകാരും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം. എന്തെങ്കിലും സൂചന മോഷ്ടാവിനെ കുറിച്ച്, പ്രതികളെ കുറിച്ചുണ്ടോ? മുളകുപൊടി അടക്കം വിതറി തെളിവ് നശിപ്പിക്കുന്നതിന്റെ പരമാവധി ശ്രമം നടന്നിട്ടുണ്ട്. സുഹൈൽ, ഫറോക്കിന് സമീപം മണ്ണൂരിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത്. മണ്ണൂർ സ്വദേശിയായിട്ടുള്ള പറമ്പിൽ വീട്ടിൽ ഉമ്മർകോയുടെ വീട്ടിലാണ് മോഷണം നടന്നിട്ടുള്ളത്. 3 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും മോഷണം പോയി എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി ഉമ്മർകോയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഉമ്മർകോയും കുടുംബം നോമ്പ് തുറക്കാനായി മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ഇന്ന് രാവിലെ തിരികെ വന്നപ്പോഴാണ് വീടിന്റെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീടിന്റെ അകത്ത് നടത്തിയ പരിശോധനയിലാണ് പണവും സ്വർണവും മോഷണം പോയതായി കണ്ടെത്തിയിട്ടുള്ളത്. തെളിവ് നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളകുപൊടി വിതറിയ നിലയിലാണുള്ളത്. ഇപ്പോൾ പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധന ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അറിവുള്ള ആളുകൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കാരണം വീട്ടിൽ ആരും ഉണ്ടായില്ല എന്ന തക്കം മനസ്സിലാക്കിയ ശേഷം മോഷണം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സുഹൈൽ, ശരി, രാഹുലാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. വീടറിയുന്ന, വീട്ടുകാരറിയുന്ന ആരോ ആണ് മോഷണത്തിൽ പിന്നിലെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.